ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ പ്രകീർത്തിച്ച് പാടുന്ന ഭജനയിൽ ഇതര മതസ്ഥരുടെ ഗാനം ആലപിച്ചത് സംബന്ധിച്ച ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ക്ഷേത്രവും ഭക്തിഗാനവും ഭജനയുമൊക്കെ ഒരു ഭാഗത്ത് പൊടിപൊടിക്കുമ്പോഴും ഇതൊന്നും ബാധകമല്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്. ഉലക്ക കൊണ്ടടിയേറ്റ് നടുതകർന്ന് ആ നോവുണക്കാൻ നിങ്ങളൊരു പാട്ട് പാടൂ എന്ന് ഹിജാബ് കൊണ്ട് തലമറച്ച് ഭക്തരോട് ആവശ്യപ്പെടുന്ന ഉമ്മച്ചി തെയ്യം. ഉരലിൽ നെല്ല് കുത്തിയരിയാക്കുമ്പോൾ അത് പാകമായോ എന്ന് രുചിച്ചു നോക്കിയതിനുള്ള ശിക്ഷയായാണ് ഉലക്ക കൊണ്ടുള്ള അടിയേറ്റ് നടുതകർന്നുള്ള എൻ്റെ മരണം. എൻ്റെ അപമൃത്യുവിന് മുകളിൽ നിങ്ങൾ എനിക്കായി ഒരു പാട്ടുപാടൂ എന്നാണ് ഉമ്മച്ചി തെയ്യം ആവശ്യപ്പെടുന്നത്. നീലേശ്വരത്തെ മടിക്കൈ കക്കാട്ട് കോവിലകത്ത് വന്നാൽ പാട്ടിൻ്റെ ആ മഹാസ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. മതാനുശീലത്തിൻ്റെ തിട്ടൂരങ്ങൾ കൊണ്ട് പാട്ടിനെ വിലക്കാൻ ഇവിടെ ആരും വരില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ പാവാട വേണം മേലാട വേണം, ഓ സൈനബ അഴകുള്ള സൈനബ, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് എന്നൊക്കെയുള്ള പാട്ടുകളാണ് പാതിയിലറ്റുപോയ ഈ ഉമ്മയുടെ നടുവേദന ശമിപ്പിക്കാൻ തെയ്യക്കാർക്കൊപ്പം തെയ്യം കാണാനെത്തിയവരും ചേർന്ന് പാടുന്നത്. കയ്യിലെ ഉലക്ക കൊണ്ട് മുറത്തിൽ താളമിട്ട് പാട്ട് കേട്ട് ഈ ഉമ്മത്തെയ്യം തൻ്റെ വേദന ശമിപ്പിക്കും. അന്യമതസ്ഥരുടെ ഗാനങ്ങൾ പാടിയതിനെതിരെ വാളെടുക്കുന്നവർക്ക് ഇത് കേട്ടാൽ ഇത്തിരി ശമനമുണ്ടാകും. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്.